MD അകത്തുണ്ടോ? ഉണ്ട് സാർ. കീപ് ദ ചേഞ്ച്. എന്തിനാ ഇത്? എന്റെ ഒരു സന്തോഷത്തിന്. എക്സ്ക്യൂസ് മീ, യെസ്. നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? എനിക്ക് മുമ്പൊരിക്കൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയത് എല്ലാവർക്കും അറിയാവുന്നല്ലേ? അതല്ല മിസ്റ്റർ, പിന്നെ? ഇപ്പൊ MD കാണാൻ അപ്പോയിന്റ്മെന്റ് ഉണ്ടോന്ന്? നോ. പപ്പേട്ടാ, അയാളെ പിടിച്ച് പുറത്താക്കൂ. എന്താ കാര്യം? അങ്ങോട്ട് മാറോ. ഒരു ഓഫീസിലേക്ക് ഇങ്ങനെ മര്യാദ ഇല്ലാതെ കയറി വരത്താൻ അവിടെ നിൽക്കാൻ. ക്ലാസ് 4 ജീവനക്കാരുമായി ഞാൻ സംസാരിക്കാറില്ല. മാറണം. അവിടെ നിൽക്കാൻ. എനിക്ക് MD-യുമായി വളരെ പേഴ്സണലായ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വഴി തടസ്സം ഉണ്ടാക്കരുത്. എന്താണെന്ന് പറഞ്ഞാൽ MD-യെ കാണാൻ പറ്റും, അത് അവിടുത്തെ നിയമം. പക്ഷേ എന്റെ നിയമം അതല്ല. ഇത് ഞങ്ങൾ രണ്ടാളും മാത്രം അറിയേണ്ട കാര്യമാണ്. നിങ്ങളോട് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ഞാനും അതന്നെ പറഞ്ഞത്. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അവിടെ നിൽക്കാൻ ഇയാൾ എവിടേക്കാ കയറി പോകുന്നത്? എനിക്ക് വഴി തടസ്സം ഉണ്ടാക്കുന്നതും എന്നെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നതും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം MD-യുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിന് നിങ്ങൾ അനുവദിക്കില്ലെന്ന് വെച്ചാൽ ഇതെന്താ കയ്യേറ്റത്? നിൽക്കണോ അവിടെ? ഇടോ, ഞാൻ എന്റെ സ്വന്തം കയ്യിലെ കാശും കൊടുത്ത് ടാക്സിയും പിടിച്ചോണ്ട് വന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. പിന്നെ എനിക്ക് വേണ്ടിയിട്ടാ? അല്ല, ഈ കമ്പനിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാലുണ്ടല്ലോ തന്റെ MD ഞെട്ടും. എന്താ അവിടെ? ഗുഡ് മോർണിംഗ് സർ. എനിക്ക് സാറിനോട് വളരെ പ്രൈവറ്റ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അത് ഞാനും സാറ് മാത്രമേ അറിയാവൂ. സംതിങ് പ്രൈവറ്റ്. പക്ഷേ ദാ ഇയാൾ സമ്മതിക്കുന്നില്ല. സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. MD-യുടെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് എങ്ങനെ പറയും? ഒരു സാധാ പ്യൂണിന്റെ അടുത്ത് എങ്ങനെ പറയും? വാട്ട്സ് മാറ്റർ? സാറും കൂടെ ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും? വളരെ സീക്രട്ടും തികച്ചും പേഴ്സണലുമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സാറ് മാത്രമേ അറിയാവൂ എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അത് സാറിന് മനസ്സിലാകുന്നില്ലെങ്കിൽ വേണ്ട, എനിക്കൊന്നുമില്ല, ഞാൻ പറയാം. ഇവരോട് കേൾക്കട്ടെ. എന്തിനാണ് സാർ ഇവര് മാത്രമാകുന്നത്? ഓഫീസിലെ കംപ്ലീറ്റ് സ്റ്റാഫിനെ വിളിക്കണം സാർ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. സ്റ്റാഫ് അറിഞ്ഞാൽ സാറിനാണ് അതിന്റെ മോശം. വേറെ ഒന്നുമല്ല. എന്താ കാര്യം പറയും? സാറിങ്ങനെ ടെൻഷൻ ആവാതെ ഇരിക്കണം. സമാധാനമായിട്ട് കേൾക്കേണ്ട കാര്യമാണ് സാർ. വേറൊന്നുമല്ല, സാറിന്റെ കമ്പനിയിൽ എനിക്കൊരു ജോലി തന്ന് സഹായിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി ഇടന്ന് ചത്തുപോകും സാർ. അപ്പൊ ജോലി ഔട്ട് മാൻ. സാർ ഇത്രയും ക്രൂരനാവരുത്. ഞാൻ പൊയ്ക്കോളാം. ജീവിക്കാൻ വേറെ ഒരു മാർഗം ഇല്ലാതാകുമ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം സാർ. സൂയിസൈഡ്. പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്താൽ അതിന് സമാധാനം പറയേണ്ടത് സാറായിരിക്കും. ഒരു അഭ്യസ്ത വിദ്യനായ ചെറുപ്പക്കാരന്റെ ആത്മാവ് നിത്യശാന്തി കിട്ടാതെ സാറിന്റെ കാറിന്റെ പുറകെ കിടന്ന് അലയില്ല. താങ്ക് യു സാർ. എടാ അച്ചു, എടാ നീ ഇത് എവിടെയായിരുന്നു? ഞാൻ വീട്ടില്. സത്യമായിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. രാവിലെ ഞാൻ ഇങ്ങോട്ട് പോരാൻ തുടങ്ങുമ്പോഴാ അതാ കിടക്കുന്നു ശാന്തമ്മയും കുട്ടികളും. എന്തു പറ്റി? വീണാ? ആ, എങ്കിൽ സാരമില്ലായിരുന്നല്ലോ. ഇപ്പോഴത്തെ ഒരു തരം പുതിയ സൂക്കറുണ്ടല്ലോ, വയർലെസ് ഫീവർ. വയർലെസ് ഫീവറേ. അതെന്ത് സാധനാടാ? പനി പനി. ഞാൻ വിചാരിച്ചേ ഈ സായിപ്പുമാര് കണ്ടുപിടിച്ച ഒരു തരം രോഗം ഉണ്ടല്ലോ, അതാണെന്ന്. അത് നമുക്കല്ലേ. നാളെ തന്നെ നിങ്ങൾ ബാങ്ക് മാനേജറെ പോയി കണ്ടാൽ മതി. ലോൺ ശരിയാക്കി തരും. നിങ്ങളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ഉപകാരം സാർ. ഓക്കെ, ശരി സാർ. ശരി, വരട്ടെ. എന്താ? ബാങ്ക് മാനേജറോട് ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി. മാത്യൂസ് പക്കോളൂ. ഹലോ പ്രകാശ്. ഹലോ. എന്താ ഇവിടെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്? ഞാനിതിങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു. വെയിറ്റിംഗ് ഫോർ സമൺ? യാ, ഞാൻ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുക. എന്നാ കുറച്ചു നേരം ഞാൻ കമ്പനി തരാം. എന്താ? വേണ്ട, ക്യാപ്റ്റൻ പൊക്കോളൂ. നോ 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 നോ. അന്ന് നമ്മളൊരു പാർട്ടി കൂടിയ ശേഷം ഇതുവരെ പിന്നെ ആളെ കണ്ടിട്ടേ ഇല്ലല്ലോ. എവിടെയായിരുന്നു? ഞാനും ഇതിൽ കൂടി അങ്ങോട്ട് വന്നു വിചാരിച്ചിരിക്കുക. നമുക്ക് തുറന്ന് കൊണ്ടേ കുടിക്കളെ. ക്യാപ്റ്റൻ ഒന്ന് വിളിച്ചിട്ട് വരും. എന്നാ ഞാൻ ചെല്ലട്ടെ. പത്മം ഈസ് വെയിറ്റിംഗ് ഫോർ മീ. സീ യു പ്രകാശ്. സീ യു.
അയ്യോ, ഇത് നമ്മുടെ വണ്ടിയാണല്ലോ. സാറേ, എന്താണാവോ പ്രശ്നം? വണ്ടി എന്താ മാറ്റിയിട്ടിരിക്കുന്നത്? കാറ് കേടായി. അല്ല, ഞാൻ നോക്കാം സാർ. വേണ്ട വേണ്ട, താൻ ഇന്ന് ലീവാണോ? അതെ സാർ, ശാന്തമ്മയും കൊണ്ട് ആശുപത്രി പോകേണ്ട ദിവസമാണ് സാർ. നാളെയും ഞാൻ ലീവാണ് സാർ. ശാന്തമ്മയും കൊണ്ട് തിരിച്ചു വരേണ്ട ദിവസമാണ് സാർ. വേറെ വണ്ടി വിളിക്കട്ടെ സാർ? വേണ്ട വേണ്ട. ഓട്ടോ നേരെ പോട്ടെ. ഒന്ന് വേഗം എടുക്കും. ഈ അധിക ദൂരം പോണം സാറേ. ആ, പോകേണ്ടി വരും. ഒരു 200. പെട്രോൾ ഓടിക്കാൻ വേണ്ടി സമയം. എന്താ നിർത്തി? സാറൊന്ന് അറിയിക്കേ. എന്തിനാ സാറെന്താ പറഞ്ഞത്? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറ. മാസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ ഈ ഓട്ടോക്കാർക്കുണ്ട്. കണ്ട മാന്യതയ്ക്ക് ഒരു കുറവുമില്ലല്ലോ. സാറേ, ആദ്യം മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കണം. ഇതുവരെ ഓടിയെ കത്തിയെന്ന് മതി. ഇതുവരെ എടുത്തേ. ഓരോരുത്തന്മാര് രാവിലെ മെനക്കെടുത്ത വണ്ടി വന്ന് കയറും. സാറേ, വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. സാറ് പോയ ഉടനെ ഞാൻ കയറി ഒറ്റയടി ഇതാ കിടക്കുന്നു. വണ്ടി സ്റ്റാർട്ടായി. ഞാൻ സാറിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവോ? സാറ് കേട്ടില്ല. എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഒരു കുഴപ്പമില്ല സാറേ, ഞാൻ ഓടിക്കാം സാറേ. വേണ്ട. അല്ല, എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള ദിവസമല്ലേ?